ഇടുക്കി ഉപ്പുതറ വൻമാവിലും കാട്ടാന ആക്രമണം രൂക്ഷമാണ്. വനംവകുപ്പിന്റെ ഫെൻസിംഗ് പ്രവർത്തനരഹിതമായതോടെ ഇത് മറികടന്നെത്തുന്ന കാട്ടാന കാർഷിക മേഖലയിൽ വ്യാപക നാശം വരുത്തുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലെത്തിയ കാട്ടാന പുത്തൂർ ജോസിന്റെ കൃഷിയിടത്തിലെ ഏലവും വാഴയുമെല്ലാം നശിപ്പിച്ചു. പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ തമ്പടിക്കുന്ന സാഹചര്യമാണെന്ന് കർഷകർ പറയുന്നു. ജനവാസ മേഖലയെയും വനവും വേർതിരിച്ച് വനംവകുപ്പ് സ്ഥാപിച്ച ഫെൻസിംഗുകൾ പ്രവർത്തനരഹിതമായതോടെ ഇത് മറികടന്ന കാട്ടാന എത്തുന്നതിന്റെ ദൃശ്യമാണിത്. ഇടുക്കി ജില്ലയിലെ ഉപ്പുതറ പഞ്ചായത്തിലെ വൻമാവ് പ്രദേശത്തുള്ള കർഷകരാണ് കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുന്നത്. കടുത്ത വരൾച്ചയിൽ നശിച്ചതിന്റെ ബാക്കി നിൽക്കുന്ന കൃഷി കാട്ടാനയും വ്യാപകമായി നശിപ്പിക്കുന്നു. ഏലവും വാഴയും അടക്കമുള്ള കൃഷിവിളകൾ കാടിറങ്ങുന്ന കരിവീരന്മാർ ബാക്കി വയ്ക്കുന്നില്ല. കാട്ടാന ഇന്നലെ കഴിഞ്ഞ മുമ്പത്തെ രാത്രിയിലാണ് ഇവിടെ ഇത്രയെല്ലാം നാശം ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങൾക്കിവിടെ സൗജന്യമായിട്ട് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കുട്ടികളുമൊക്കെ ആയിട്ട് ഞങ്ങൾ ജീവിക്കുന്നതാണ്. രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ആന വന്ന് ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങൾ ഏലം, വാഴ, അതുപോലെ കപ്പ, കയ്യാലകൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നശിപ്പിക്കുകയും ഒക്കെയാണ്. ഞങ്ങൾ വെറുതെ ഇതിൻ്റെ പുറകെ നടക്കാമെന്നല്ലാതെ ഒരു പ്രയോജനവുമില്ല. ഞങ്ങളുടെ കഷ്ടപ്പാട് വെറുതെ ആവും. ഞങ്ങൾക്ക് സൗകര്യമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അധികാരിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി കിട്ടണമെന്നാണ് ഞങ്ങൾക്ക് പറയാറുള്ളത്. ഫെൻസിങ്ങിനൊക്കെ ആൾക്കാർ നോക്കാനൊക്കെ വാച്ചർമാരെയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അവരാരും സമയത്ത് വരാറോ ഒന്നും ചെയ്യാറോ ഇല്ല. പരാതിയുമായി വനംവകുപ്പിനെ സമീപിച്ചപ്പോൾ ഫെൻസിംഗ് പ്രവർത്തനക്ഷമമാക്കി പ്രതിരോധം തീർക്കുന്നതിന് 6 മാസം കൂടി വേണ്ടിവരുമെന്നാണ് മറുപടി. ഇതിനുള്ളിൽ ഈ മേഖലയിലെ കൃഷിവിളകൾ പൂർണ്ണമായും കാട്ടാനകൾ നശിപ്പിക്കും. പ്രതിരോധ മാർഗങ്ങൾ വൈകുന്നതിനെതിരെ പ്രതിഷേധത്തിലേക്ക് നീങ്ങുവാനാണ് കർഷകരുടെ തീരുമാനം. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.